നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. നമുക്കും ഉൽപ്പാദിപ്പിക്കാൻ ഭക്ഷ്യധാന്യങ്ങൾ, ഞങ്ങളും കൃഷിയിലേക്ക്. അങ്കമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നെൽകൃഷി ആരംഭിച്ചു. 12 വർഷം കൃഷി ചെയ്യാതിരുന്ന സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. വിത്ത് വിതയ്ക്കൽ ഉദ്ഘാടനം അങ്കമാലി MLA റോജി M. ജോൺ നിർവഹിച്ചു. മുഖ്യാതിഥിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി. ആൻഡ്രു പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ അനീഷ് മണവാളൻ, ആൻമേരി ടോമി, ടിനു മോബിൻ, മണ്ഡലം ഭാരവാഹികളായ സുദിൻ പൂപ്പത്ത്, ലിബിൻ നെടുങ്ങാടൻ, നിതിൻ ദേവസി, കൗൺസിലർ മനു നാരായണൻ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് TK തങ്കപ്പൻ, PD ബാബു, മഹിളാ കോൺഗ്രസ് അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് സിജി പോൾ, ബ്ലോക്ക് സെക്രട്ടറി അനിത ജോൺസൺ, നാട്ടുകാരായ ഷൈജു കല്ലേലി, ജോസ് കല്ലേലി, യോഹന്നാൻ കോട്ടക്കൽ, വർഗീസ് കല്ലേലി എന്നിവർ നേതൃത്വം നൽകി. പ്രിയപ്പെട്ട റിൻസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. റിൻസ് നല്ലൊരു കൃഷിക്കാരൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ താല്പര്യം എടുക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ ഇത് സഹകരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ഇത് വിത്തൊക്കെ നമുക്ക് വിതച്ച് നമുക്ക് നല്ല വിളവ് കൊയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ആദ്യമാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേറിട്ടൊരു പദ്ധതിയുമായി ഒരു മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട റിൻസ് ഉൾപ്പെടെയുള്ള ഈ മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ഭാരവാഹികളെയും മുക്തകണ്ഠം ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ്. കേന്ദ്രം അനുമതി നൽകിയില്ല. വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര മുടങ്ങി. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര മുടങ്ങി. മന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തുടരുന്നു. കേന്ദ്രം യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരുന്നതോടെയാണ് മന്ത്രിയുടെ യാത്ര മുടങ്ങിയത്. ഓരോ സംസ്ഥാനങ്ങളും പ്രതിനിധികളെ അയക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്രമന്ത്രി കുവൈറ്റിലുണ്ടല്ലോ എന്നും കേന്ദ്ര സർക്കാർ. രേഖാമൂലമുള്ള മറുപടിയിൽ അനുമതിയില്ലെന്ന് മാത്രമായിരുന്നു വിശദീകരണം. കുവൈറ്റ് ദുരന്തം മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വ്യോമസേനയുടെ C-130J വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരായ P. രാജീവും K. രാജനും വിമാനത്താവളത്തിലെത്തും. 24 മലയാളികളുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലെത്തിക്കുന്നത്. പന്തീരങ്കാവ് കേസ് പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുത്തത്. രാത്രി 8:30യോടെയാണ് പെൺകുട്ടി നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയത്. ഇതിനുശേഷം പെൺകുട്ടിയെ വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയെ അടുത്ത ദിവസം പോലീസ് കോടതിയിൽ ഹാജരാക്കും. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതിക്കായി പോലീസ് നേരത്തെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി സുരേഷ് ഗോപി. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രാദേശിക വാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാല തലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാൻ. MK രാഘവൻ ഉൾപ്പെടെ ആർക്കും എയിംസ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട്. 14 ജില്ലയ്ക്കും അവകാശമുണ്ട്. എയിംസ് അർഹതയുള്ള സ്ഥലത്ത് വരും. മുഖ്യമന്ത്രിയെ കണ്ടു, ഇനിയും കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വീണ ജോർജിന്റെ ഭർത്താവ് ഉൾപ്പെട്ട റോഡ് അലൈൻമെന്റ് വിവാദം പുറത്തുവരുന്നത് പാർട്ടിയിലെ ഭിന്നത സ്ഥലം അളക്കും. ഓടയുടെ ഗതി മാറ്റിയെന്ന ആക്ഷേപം ഉയർന്ന കൊടുമൺ ഭാഗത്തെ റോഡും പുറമ്പോക്കും പരിശോധിച്ച് തഹസിൽദാർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. അതേസമയം മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫിനെതിരെ CPM ജില്ലാ കമ്മിറ്റി അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണത്തിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നത രൂക്ഷമായി.
കോളേജ് ഗ്രൗണ്ട് പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്ന 2 യുവാക്കൾ പിടിയിൽ. പരിശോധിച്ചപ്പോൾ കയ്യിൽ MDMA. തൃശൂരിൽ MDMAയുമായി യുവാക്കൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ ചാപ്പാറ അറക്കപ്പറമ്പിൽ അജിത് കുമാർ, കോട്ടപ്പുറം എടപ്പള്ളി വീട്ടിൽ മാലിക് എന്നിവരെയാണ് 1.5 ഗ്രാം MDMAയുമായി തൃശൂർ റൂറൽ ജില്ലാ ഡൻസാഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. പുല്ലൂറ്റ് KKTM കോളേജ് ഗ്രൗണ്ട് പരിസരത്ത് നിന്നാണ് ഇവർ പിടിയിലായത്. അർജുൻ രാധാകൃഷ്ണന് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. ബാർക്കോഴ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കും. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ 2 തവണ ഫോണിൽ വിളിച്ച് മൊഴി രേഖപ്പെടുത്താൻ സൗകര്യം ചോദിച്ചുവെങ്കിലും അർജുൻ പ്രതികരിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്ന് ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. വിരമിക്കുമ്പോഴോ സ്ഥലം മാറിപ്പോകുമ്പോഴോ ആ ദിവസം തന്നെ ചേംബർ ഒഴിയണം. ജഡ്ജിമാർക്ക് മാനദണ്ഡങ്ങളുമായി ഹൈക്കോടതി. ജഡ്ജിമാർ വിരമിക്കുമ്പോഴോ സ്ഥലം മാറിപ്പോകുമ്പോഴോ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി ഹൈക്കോടതി. വിരമിക്കുന്ന ദിവസം തന്നെ ഹൈക്കോടതിയിലെ ചേംബർ ഒഴിയണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മറുപടി. അടുത്തയിടെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചേംബർ ഒഴിയാത്തതിനെതിരെ അഭിഭാഷകൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് പൊതുമാനദണ്ഡം നിശ്ചയിച്ച് രജിസ്ട്രി സർക്കുലർ ഇറക്കിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.